മനസ്സിലാവുന്നില്ല ആദിലയുടെ പ്രോബ്ലം എന്താ? ആദില ഇന്ന് എന്തിനാണ് പിന്നെ ഇത് തന്നെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദിലയും നൂറയുടെ ടാർഗറ്റാണ് അനീഷ് എന്ന് എനിക്കറിയാം. ഓക്കെ, അനീഷും തിരിച്ച് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ടെന്നുള്ളത് മനസ്സിലാവും. പക്ഷേ ഇന്നത്തെ കേസ് ശരിക്കും പറഞ്ഞാൽ അനീഷ് വെസൽ ടീം ക്യാപ്റ്റൻ അല്ലേ? അപ്പോൾ വെസൽ ടീം ക്യാപ്റ്റൻ ആയതുകൊണ്ട് അനീഷിന് അത് വന്ന് ചെയ്ത് അത് ഹി ഹാസ് എ കമ്മിറ്റ്മെൻറ്റ് ഫോർ കിച്ചൺ ടീം, അതുകൊണ്ട് ചെയ്തേ പറ്റൂ. അപ്പം ജിഷൻ ചെയ്ത് കഴിഞ്ഞപ്പം ആദിൽ അവിടെ ഒന്നും ചെയ്യണമായിരുന്നു. രാവിലത്തെ അല്ലേ ചെയ്യാനുള്ളൂ, കുറച്ച് പാത്രമല്ലേ ഉള്ളൂ. അത് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ട് ഇപ്പോൾ ആദില എന്തിനാണ് ഇത്രയധികം കാണിക്കുന്നത്? വളരെ മോശമായിട്ടാണ് ആദില പെരുമാറിയത്. എനിക്കറിഞ്ഞൂടാ ആദില, നിങ്ങൾ ഈ ബിഗ് ബോസിൽ വന്നിരിക്കുന്നത് എന്തിനാണ് ആദില, നൂറ? നിങ്ങൾക്ക് പുറത്ത് സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള കുറേ നെഗറ്റീവ്സൊക്കെ മാറ്റി ആ കാര്യം നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ലേ? നിങ്ങളവിടെ എന്താണ് വെറുപ്പ് സമ്പാദിക്കാനാണോ വന്നിരിക്കുന്നത്? ഈ കളിയൊക്കെ നല്ലതിനല്ല. ആദില പറയുന്നുണ്ട് ആദിലയ്ക്ക് തോന്നുന്ന ആദില ചെയ്യുന്നു, പക്ഷെ ആദില ഇന്ന് സംസാരിച്ചത് എന്തെങ്കിലും രീതി കറക്റ്റാണോ? കേട്ടിട്ട് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയില്ല. ഒരു കാര്യത്തിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയില്ല. അനീഷിൻ്റെ ഇത് ബെഡ്ഷീറ്റ് എടുത്ത് വലിച്ചെറിയുക, അതൊക്കെ അനീഷ് പോയി ചെയ്തോളാം എന്ന് പറഞ്ഞല്ലോ അതിലേക്ക് കേൾക്കാഞ്ഞിട്ട്. അപ്പോൾ അതിലേക്ക് അതും പറ്റില്ല. അതെന്തുകൊണ്ടെന്നറിയോ? അനീഷ് അപ്പം മറ്റേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ നൂണിലെ പാത്രം ആര് ക്ലീൻ ചെയ്യും? അതിൽ ക്ലീൻ ചെയ്യാം. അപ്പോൾ അത് കുറേ ഉണ്ടാവേ ഉച്ചയ്ക്കത്തെ പാത്രം. അതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് അത് തോന്നിയതെന്നാണ് എനിക്ക് മനസ്സിലായില്ലേ? അതെനിക്കങ്ങനെ മനസ്സിലായത്. പക്ഷേ അതിൽ അവിടെ റിയാക്ട് ചെയ്ത രീതിയിൽ എനിക്കൊന്നും പറയാനില്ല. അത് വളരെ മോശമായിട്ടുള്ള രീതിയാണ്. അവിടെ പോയിട്ട് പാത്രത്തിലെ വെള്ളം എടുത്ത് ഒഴിക്കുക. അനീഷോട് കഴുകല്ലേ? എങ്ങനെയാണ് അത്? ബിഗ് ബോസ് ഹൗസ് ഉണ്ടായാലും ഇത്ര ധൈര്യത്തോടെ ചെയ്യുന്നത്. പുറത്താണെങ്കിൽ എന്തായിരിക്കും? പ്രതികരിക്കില്ലേ ആ കാര്യം? അനീഷ് അവിടെ ബിഗ് ബോസ് ഗെയിം കളിക്കാൻ വന്നതുകൊണ്ട് അതിൽ രക്ഷപ്പെട്ടു. അതാ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് കണ്ടിട്ട് ഒട്ടും പോസിറ്റീവായിട്ട് തോന്നുന്നില്ല. എന്നിട്ട് അത് ന്യായീകരിക്കുന്നു. കുറേ പേര് ഷാനവാസൊക്കെ ആദ്യം വന്നിട്ട് അതിലെ വഴക്ക് പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അനീഷിനെ കുറ്റം പറഞ്ഞു. അനീഷ് ശരിയാണ്, അനീഷിൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ കുറച്ച് ഇറിറ്റേഷൻ തോന്നും. പക്ഷേ ചെയ്യേണ്ട ഡ്യൂട്ടി അയാൾ വന്ന് പറഞ്ഞാൽ എന്താ ചെയ്താൽ കുഴപ്പം? ചെയ്യേണ്ട ഡ്യൂട്ടി അല്ലേ? പുറത്തുനിന്ന് ഒരാളല്ലല്ലോ, ആ ടീമിലെ ആ ക്യാപ്റ്റനാണ് പറയുന്നത്. അയാളുടെ ജോലിയാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അതല്ലേ ചെയ്തുള്ളൂ. അപ്പോൾ ഇത്ര ഓവർ റിയാക്ഷൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ആദില തന്നെ ആദിലയുടെ ഞാൻ അത്രേ പറയുള്ളൂ എപ്പോഴും. സ്വന്തം നമ്മുടെ ഗെയിം ഉണ്ടല്ലോ, ഗെയിം കളിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നെഗറ്റീവായിട്ട് തലയിൽ കൂടെ മുണ്ടിട്ട് നടക്കേണ്ട ഗതി വരുത്താതിരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള ഷാനവാസ്. ഞാൻ പറയട്ടെ, ഇവിടെ ഞാൻ പറഞ്ഞില്ല ബിഗ് ബോസ് ഹൗസിൽ ഒരു ഫ്രണ്ട്ഷിപ്പും ഒന്നും നടക്കില്ല. ഇന്ന് പ്രൂവ്ഡ് അല്ലേ? ഹെൻസ് പ്രൂവ്ഡ്. ഇനി ഷാനവാസ് എന്തൊക്കെ ചെയ്തത്, ഇനിയിപ്പോൾ ലാലേട്ടൻ വരുമ്പോൾ ചിലപ്പോൾ ഇത് കോംപ്രമൈസ് ആക്കുമായിരിക്കും. പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ച് ഇത് കറക്റ്റായിട്ട് അനീഷിന് മനസ്സിലാവും ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല എന്നുള്ളത്. അല്ലേ? കോയിൻ്റെ കേസാണ് ഞാൻ ഈ പറയുന്നത്. എന്ത് ഫ്രണ്ട്ഷിപ്പാണ് ഷാനവാസ് അവിടെ കാണിച്ചു കിട്ടുന്നത്? ആണോ? ഈ ദിവസം മൊത്തം അനീഷിന് അത് ഭയങ്കര വിലപ്പെട്ടതാണ്. ആ കോയിൻ വേണം, അതിന് കുറേ കുറേ പുള്ളിക്കാരൻ കുറേ ശ്രമിച്ചിട്ടാണ് ആ കോയിൻ കിട്ടിയെന്നുള്ളൊരു ഫീൽ അങ്ങോർക്കുണ്ട്. അപ്പോൾ അത്രയ്ക്ക് വിഷമിക്കുമ്പോൾ എത്ര പ്രാവശ്യം ക്യാമറയുടെ മുമ്പിൽ പോയി നിന്ന് സംസാരിക്കാൻ നോക്കിയപ്പോൾ ഷാനവാസ് അവിടെയും കുറേ മോക്ക് ചെയ്ത് കളിക്കുക. ഒരു ട്രൂ ഫ്രണ്ട് അങ്ങനെയല്ല, ഒരു ശരിക്കുള്ള സുഹൃത്ത് അങ്ങനെയല്ല ചെയ്യാം. അത് ഞാൻ ഉറപ്പ് പറയുന്നത്. എനിക്ക് അങ്ങനത്തെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഞാനത് ആ സുഹൃത്തിനെ അടുപ്പിക്കുക പോലുമില്ല. അനീഷിന് ഇനിയെങ്കിലും അനീഷ് മനസ്സിലാക്കുക, ബിഗ് ബോസ് ഹൗസിൽ നമ്മളെ ലാലേട്ടനും ബിഗ് ബോസ് ടീമൊക്കെ വിചാരിക്കും ഒന്ന് ഒരു കോംബോ കളിച്ച് അവർക്ക് TRP മതി. പക്ഷെ നിങ്ങൾ കളിക്കാൻ വന്നതാണ്. 5 കൊല്ലത്തൊക്കെ ലീവൊക്കെ എടുത്ത് പഠിച്ചു വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഇതിൽ വെച്ച് തല വെച്ച് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം ഷാനവാസ് ആയതുകൊണ്ട് അനീഷിന് തിരിച്ച് പറയാനും കൂടെ പറ്റുന്നില്ല. കാരണം സിൻസിയറിറ്റി അനീഷിന് സിൻസിയറിറ്റി ഉണ്ട്, ഷാനവാസിനില്ല. ഷാനവാസിന് ഇത് വെറും ഒരു ഗെയിം റിലേറ്റഡ് ആണ്. നോക്കിക്കോ, ഇന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഷാനവാസിന് ഒരു ഒന്നും ഉണ്ടാവില്ല അനീഷിനോട്, നോക്കത്ത് പോലുമില്ല തിരിഞ്ഞ്. സംശയമില്ല അതിൽ, എനിക്കത് ഉറപ്പായി. അത് ഇത്ര വിഷമിച്ച് ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ ആ മനുഷ്യൻ ചെയ്യുന്നു? അനുപോലും പറഞ്ഞല്ലോ ഒന്ന് കൊടുക്ക് ഷാനവാസിക്കാന്ന്, അല്ലേ? അപ്പോൾ പറഞ്ഞു ആ സിമ്മത് കളിക്കണ്ടെന്ന്. അത് ശരിയല്ല. വളരെ മോശമായിട്ടാണ് ഷാനവാസിന് എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ. ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ ഭയങ്കര സുഹൃത്ത് ബന്ധം, ഒന്നും സുഹൃത്തൊന്നുമില്ല, ഇതൊക്കെ വെറുതെ. ഷാനവാസ് എന്നുള്ള വ്യക്തി ഇനി നാളെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. ഇതൊക്കെ ചില സന്ദർഭങ്ങളുണ്ട്, നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ ഫ്രണ്ട്സ് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് ഓർത്തിരിക്കും. അത് എനിക്ക് തോന്നുന്നു അനീഷിനത് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് അനീഷ് അങ്ങനെയെന്ന് പറയുന്നത്. അനീഷ് തിരിച്ച് പറയാത്തത് ആ വിഷമം കൊണ്ടാണ്. ഫ്രണ്ടാണ്, അന്നേരം ഫ്രണ്ട് ചെയ്യുന്നത്. ഇനി നാളെ കോയിൻ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ അനീഷ് എന്തോരം ദേഷ്യം ഉണ്ടാവും ഷാനവാസിനോട്. ശരിക്കും വിഷമം ഉണ്ടാവും. എന്നെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്, എനിക്ക് വിഷമം ഉണ്ടാവും. ഇനി ഗെയിമിനുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയത്തില്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ഫ്രണ്ട്സ് എനിക്ക് വേണ്ട എൻ്റെ ലൈഫിൽ.
അത് ഞാൻ എപ്പോഴേ പറയുന്നു. അപ്പം അനീഷ് ഇനിയെങ്കിലും മനസ്സിലാക്കി, ആ മോർണിംഗ് ടാസ്കിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ മനസ്സിലാക്കി അനീഷ് ഗെയിം മാറ്റി. ഈ ഷാനവാസും ഇതൊന്നും വേണ്ട, ലാലേട്ടൻ വന്ന് പറഞ്ഞോട്ടെ, അനീഷിൻ്റെ ഗെയിം കളിക്കുക. അവർ ടീം ബിഗ് ബോസ് ടീമിന് TRP ആണ്. TRPക്ക് വേണ്ടി ബിഗ് ബോസ് എന്തും പറയും. പക്ഷേ നമ്മൾ ഇത്ര നാളും ബിഗ് ബോസ് കണ്ടിട്ടുള്ളല്ലേ. ഇപ്പം എന്നോട് വന്നിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ആ ശരിയും തല കാട്ടിയിട്ട് ഞാൻ ചെയ്യില്ല, ഞാനൊരു കോംബോ കളിക്കില്ല. അപ്പം അനീഷിന് ശരിക്കും അറിയാം ബിഗ് ബോസ് ഷോ എന്താണെന്ന്. അപ്പോൾ അനീഷ് എന്നുള്ള വ്യക്തിക്ക് അറിയാവുന്ന പോലെ കളിക്കുക. അതായത് ആ ഒരു സംഭവമേ വേണ്ട, കോംബോ വേണ്ട, സ്വയമായിട്ട് കളിക്കുക. അനീഷിന് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഒരാളുടെ സഹായം അനീഷിന് വേണ്ട. ഷാനവാസിന് അനീഷിൻ്റെ സഹായം വേണ്ടി വരും. പക്ഷെ ഷാനവാസിൻ്റെ സഹായം വേണ്ട. അനീഷിന് അത് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഉറപ്പ് വരുന്നു, എനിക്കത് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അനീഷ് എന്നുള്ള വ്യക്തിന്. അപ്പം പ്ലീസ് പ്ലേ യുവർ ഗെയിം, ആരൊക്കെ പറഞ്ഞാലും. ഇനി അടുത്തത്, ഇന്നത്തെ ടാസ്കുകൾ കുറച്ചുണ്ടായിരുന്നല്ലോ, നല്ല നല്ല ടാസ്കുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ബിന്നി നന്നായിട്ട് കളിച്ചു, ഇമ്മ്യൂണിറ്റിയൊക്കെ ആ ടാസ്കൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ആര്യൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ആര്യൻ ഭയങ്കര എൻ്റർടൈനറായിട്ട് വരുന്നുണ്ട്. ഇപ്പം ആര്യൻ ജിസലിൽ നിന്നൊക്കെ കുറച്ച് മാറി മാറി വരുന്നുണ്ട്. പുള്ളിക്കാരന് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും അത് കാണുന്നില്ല, ആ ടാസ്ക് കണ്ട് ലൈവ് കണ്ടവർക്ക് ശരിക്കും മനസ്സിലാവും, നല്ല എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉണ്ടാവും ആര്യൻ എന്നുള്ള ആളുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാബുമാൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു, നൂറ് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഗെയിം ഒരു ഇതാണ്, ഇവർക്ക് ഈ ഗെയിം കൊടുക്കാൻ കാരണം അതാണ്. അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഒരാൾക്ക് നോമിനേഷൻ കിട്ടുന്നത്, അത് അവർക്ക് പറ്റില്ല. അതുകൊണ്ട് അവർ എല്ലാ ഗെയിം അങ്ങ് റദ്ദാക്കിക്കുക, അതാണ് അവരുടെ സ്ട്രാറ്റജി. നാണമുണ്ടോ ശരിക്കും? കളിച്ച് തോപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ക്യാൻസൽ ചെയ്ത് തോപ്പിക്കുന്നത് അതെന്ത് ഗെയിം സ്പിരിറ്റാണ്? ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് അത് തന്നെ പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസ് ടീം ഇറക്കിയ ഒരു ഗെയിമാണ് ഇന്ന് നടന്നത്. അത് ബിഗ് ബോസ് ടീം നടത്തിയോണ്ട് അത് കംപ്ലീറ്റ് ആയി, തർക്കമൊന്നുമില്ല, അത് കംപ്ലീറ്റ്. ബിഗ് ബോസിന് അത് ചെയ്യണമായിരുന്നു, ഇമ്മ്യൂണിറ്റി കൊടുക്കണമായിരുന്നു. അതാണ് ബിഗ് ബോസ് ആ ഗെയിം ഇടുന്നത്. അപ്പം നാളെ ഇമ്മ്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾ ഗെയിം കളിക്കില്ലേ? ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ബിഗ് ബോസ് ഷോ തന്നെ മുന്നോട്ട് പോകുന്നത്? ബിഗ് ബോസ് ടീം ഇങ്ങനെ ഉണ്ടാക്കണോ? എല്ലാ ദിവസവും ഇതുപോലെ ടാസ്ക് കളിപ്പിക്കണോ? അവരുടെ ആൾക്കാർ വന്നിട്ട് അതൊക്കെ വളരെ മോശമുണ്ടാകും. അവർക്ക് അത്രയ്ക്ക് പറ്റാത്തതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്നത്. സത്യമായിട്ടും ഈ കണ്ടസ്റ്റൻസിനെ കൊണ്ട് കളിപ്പിക്കാൻ തന്നെ ഭയങ്കര വലിയ തലവേദനയാണ് അവർക്ക്. അപ്പം അവർക്ക് എന്തായാലും ഇമ്മ്യൂണിറ്റി കൊടുത്തേ പറ്റും. അപ്പോൾ ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇന്ന് ബിന്നിക്കാണ് ഇമ്മ്യൂണിറ്റി കിട്ടിയത്. ബിന്നി ഒരു ഇത് നന്നായിട്ട് കളിച്ചു കേട്ടോ, ഇല്ലയെന്നൊന്നും പറയില്ല, എല്ലാവരും കളിച്ചു. പിന്നെ ഏറ്റവും എക്സെപ്ഷനലി കളിച്ച ആര്യനൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. സാബുമാൻ, ആര്യൻ, നൂറൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഇമ്മ്യൂണിറ്റി കൊടുത്തു. അപ്പോൾ ബിന്നി ഇമ്മ്യൂണായി. അടുത്ത വീക്കിലേക്കാണ്, ഈ വീക്കല്ല അടുത്ത വീക്കിലേക്ക് നോമിനേഷൻ ഫ്രീ ആവും മിക്കവാറും. അങ്ങനെ അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുണ്ടായത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ നമ്മുടെ നെവിൻ്റെ കാര്യം. നെവിൻ ഷുഗറൊക്കെ കട്ടുകൊണ്ട് തന്നെ ഇരിക്കാൻ പോകണോ ഈ സീസൺ മൊത്തം? ഇത്രയധികം പഞ്ചസാര കഴിച്ചാൽ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? ഇനി അവിടെ കിടക്കുന്നേ ഉള്ളൂ, ജീവിക്കണ്ടേ? പഞ്ചസാര തീറ്റ, ഭക്ഷണം തീറ്റ, ഇതൊക്കെ തന്നെയാണ് നെവിൻ്റെ കണ്ടൻറ്റ്. അത് മാറ്റി കളിക്കുന്ന അഭിലാഷ പറയുന്നുണ്ടെന്ന്. നെവിൻ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാറ്റി കളിച്ചോ നെവിനെ. അതിന് മോർണിംഗ് ടാസ്കിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം മാറ്റാൻ നേരമായി, നെവിൻ ഇനിയെങ്കിലും കളിച്ചു തുടങ്ങിയില്ലെങ്കിൽ ലേറ്റ് ആവും കേട്ടോ. ഞാൻ തമാശ പറയും, നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അപ്പം ഇനിയെങ്കിലും കളിച്ച് തുടങ്ങുക, അല്ലെങ്കിൽ നെവിൻ പുറകോട്ട് പോവും. പിന്നെ നെവിന് കോൺഫിഡൻസ് ഒക്കെ കുറച്ച് കൂടുതലുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ വിചാരിക്കും പുറത്ത് ഭയങ്കര പോസിറ്റീവാണ്, അതാണ് ഇതാണെന്ന്. അപ്പോൾ എന്താണ് ആക്ച്വലി എന്നുള്ളത് നമുക്ക് അറിയില്ല. നമുക്ക് അകത്ത് നിൽക്കുമ്പോൾ പലതും തോന്നും. നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് പോസിറ്റീവായിട്ട് തോന്നും, പോസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് നെഗറ്റീവാണെന്ന് തോന്നും. പക്ഷേ നിങ്ങൾ കളിക്കണം, എന്താണെങ്കിലും കളിക്കാം. ഇപ്പം നെഗറ്റീവ് ആയിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ആര്യനൊക്കെ എത്ര നാളായി നെഗറ്റീവായിട്ട് ഇരുന്നില്ലേ? പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരനെ കുറച്ച് പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ തരുന്നതുകൊണ്ടാണ് ആര്യൻ. അപ്പം അങ്ങനെ തന്നെ കളിക്കാൻ. നെവിൻ്റെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ വരട്ടെ, പുറത്ത് വരട്ടെ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, അങ്ങനെ കളിക്കുക. ഇനി ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഷാനവാസ് അതിൽ ലാസ്റ്റ് സംസാരിക്കുന്ന കുറച്ച് വിഷയങ്ങളുണ്ട്. ഇന്ന് സോറി പറഞ്ഞു കഴിഞ്ഞാൽ കൂടുമെന്നൊക്കെ അനീഷ് പറയുന്നുണ്ടെന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. അനീഷ് പറയുമോ? അനീഷിന് ഇത്ര ഹേർട്ടായിട്ടുള്ള സംഭവം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ നല്ലോണം ഹേർട്ടായിട്ടുണ്ട്. അപ്പം ഇനി ഷാനവാസ് ചെയ്യുന്നത്, നാളെ ഇത് കോയിൻ കൊടുക്കുമ്പോൾ അനീഷിന് എന്തായിരിക്കും പ്രതികരണം എന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഷാനവാസ് എന്ന് പറഞ്ഞാൽ ഒറ്റ സുഹൃത്തിൻ്റെ കയ്യിലിരുന്നിട്ടാണ് ഞാൻ ഇതൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ പുള്ളിക്കാരൻ ഒന്നും മിണ്ടിയില്ല എന്നൊരു തോന്നലുണ്ടാവില്ലേ? അതുകൊണ്ടാണ് എനിക്കറിയില്ല. അത് ഞാനാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീലാവും. അനീഷിനും അതാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അനീഷിൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ വഴിയില്ല. നമുക്ക് നോക്കാം എന്താ സംഭവം നോക്കാം. പക്ഷെ എന്നാലും അനീഷിന് ഇനിയെങ്കിലും തിരിച്ചറിവ് വരട്ടെ, കളി മാറ്റുക,
ഈ നമുക്ക് ഫ്രണ്ട്ഷിപ്പും കോംബോ ഒക്കെ പിന്നെ പുറത്ത് വന്നിട്ട് ഗെയിം കളിക്കുക നല്ലോണം. അത് അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ സ്പോൺസർ ടാസ്കൊക്കെ നന്നായിട്ട് കളിച്ചു. പക്ഷെ എല്ലാവർക്കും അവിടെയും കാണാം അവരുടെ വ്യക്തിത്വം. എല്ലാവർക്കും ഭയങ്കര ഈഗോ ആണ്. ആർക്കും ഇപ്പം ഫോർ എക്സാമ്പിൾ അനീഷ് അവിടെ കയറി കഴിഞ്ഞാൽ എന്തൊരു തല്ലിപിടുത്തമാണ് ആ സ്ഥലത്ത് വേണ്ടിയിട്ട്. ഒന്ന് വിട്ടുകൊടുക്കാനോ ഒരു ഗെയിം രസകരമാക്കാനോ ഒന്നും അവർക്കൊന്നും പറ്റുന്നില്ല. ഭയങ്കര ഒരു കോമ്പറ്റീഷൻ നല്ലതാണ്. ഓവർ കോമ്പറ്റീഷൻ ബുദ്ധിയാണ് അവർക്ക്. ഓവർ, അതായത് എനിക്ക് മാത്രം മതി, നിങ്ങൾക്കൊന്നും പറ്റില്ല, വേറെ ആരും ജയിക്കാൻ പാടില്ല. ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോണ്ടല്ലോ അവിടെ പലർക്കും ഇഷ്ടമുണ്ടായില്ല. ആദ്യമൊക്കെ ക്യാൻസൽ ആയെന്ന് പറഞ്ഞപ്പോൾ കൈകൊട്ടിച്ചിരിക്കുന്നു. അപ്പം ഞാൻ എന്തിനാ ഇത്ര കൈകൊട്ടിച്ചിരിക്കുന്നത്? അവർ നെഗറ്റീവാണ്. ആ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല, ആർക്കും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റാത്തത്. പക്ഷെ നിങ്ങൾക്കത് കളിക്കാൻ പറ്റണം, അതിലാണ് ഇമ്പോർട്ടൻസ്. കളിച്ച് ജയിക്കുക. ആർക്കും കിട്ടിക്കോട്ടെ, നിങ്ങൾ കളിക്കുക, നിങ്ങളുടെ ഫുൾ കണ്ടന്റ് ആ വഴി പോരട്ടെ. അല്ലാതെ ഈ തല്ലി പിടിച്ചിട്ടാണോ കണ്ടന്റ് ഉണ്ടാക്കുന്നത്? അതല്ല എൻ്റർടൈൻമെൻറ്റ്. അപ്പം അത് മനസ്സിലാക്കി ഈ തവണത്തെ കണ്ടസ്റ്റൻസിൻ്റെ വലിയൊരു ഫെയിലിയറാണ് കേട്ടോ. ബിഗ് ബോസ് ടീമിനും അത് മനസ്സിലായിട്ടുണ്ട് ഫോർ ഷുവർ. അല്ലാതെ പിന്നെ അവർ വേറെ ടാസ്ക് അവരായിട്ട് ഓർഗനൈസ് ചെയ്ത് അവരുടെ ഗൈഡൻസ് നടത്തേണ്ട ഒരു ആവശ്യമില്ല. അവർക്കും മനസ്സിലായി ഇതൊരു രക്ഷയില്ല, തോൽവിയാണ്, എങ്ങനെയെങ്കിലും ഈ സീസൺ തീർന്നാൽ മതി എന്നായിരിക്കും എല്ലാവരുടെ മനസ്സിൽ. ശരിക്കും എങ്ങനെ നിർത്തുമെന്നാണ്, ഇത് ലാസ്റ്റ് വരെ കൊണ്ടുപോകണ്ട. എങ്ങനെ ഇവരിങ്ങനെ കളിക്കുന്നെങ്കിൽ എങ്ങനെ കൊണ്ടുപോകും ലാസ്റ്റ് വരെ? അതറിയില്ല, നോക്കാം. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഷാനവാസിൻ്റെയും ബിന്നിയുടെയൊക്കെ കുറച്ച് വഴക്കൊക്കെ, അത് എനിക്ക് അറിഞ്ഞുകൂടാ. ഫുഡ് കൊടുത്താലും പ്രശ്നം, കിട്ടിയില്ലെങ്കിലും പ്രശ്നം, ലേറ്റായിട്ട് വന്നാൽ പ്രശ്നം. ബിന്നി പക്ഷേ കുറച്ച് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പം ബിന്നിയുടെ സ്ക്രീൻ സ്പേസ് നിങ്ങൾ എടുത്തു നോക്ക്. ബിന്നിയുടെ സ്ക്രീൻ സ്പേസ് ഇപ്പോൾ കൂടുതലാണ്. എല്ലാ എപ്പിസോഡും ബിന്നിയുടെ സ്ക്രീൻ സ്പേസ് ഉണ്ട്. എന്തോ കളിക്കട്ടെ. പക്ഷേ അതിലെ പോലെ ഭയങ്കര നെഗറ്റീവായിട്ടൊന്നും കളിക്കുന്നില്ല. കുറച്ച് നെഗറ്റീവൊക്കെ എന്തായാലും ആവും. നമ്മൾ തുറന്ന് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ബിഗ് ബോസ് ഹൗസിൽ മലയാളത്തിൽ നെഗറ്റീവ് ആവും. നമ്മൾ കുറച്ച് അത് പ്രത്യേകിച്ച് ഷാനവാസിന് അഗേൻസ്റ്റൊക്കെ കളിക്കുമ്പോൾ ആൾക്കാർ ഫാൻസൊക്കെ ഇങ്ങോട്ട് അറിഞ്ഞു. പക്ഷെ ഞാൻ പറയുകയാണെങ്കിലല്ലോ ബിന്നി നന്നായിട്ട് കളിക്കുന്നുണ്ട് സോ ഷുവർ. ബിന്നി നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ഷാനവാസിൻ്റെ അഗേൻസ്റ്റ് കളിക്കുമ്പം ഒരു നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. അത് കാരണം ഷാനവാസിൻ്റെ ഫാൻസ് ഇട്ട് അമ്മാനം കടന്നുണ്ട്. അത് നോക്കണ്ട. കളിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ ഈ ഫാൻസ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങളെ ഓർക്കാൻ പോകുന്നത് നിങ്ങൾ ആ ബിഗ് ബോസിൽ ഗെയിം കളിച്ചു എന്നുള്ള രീതിയിലാണ്. കളിക്കാതെ വെറുതെ ഫാൻസുള്ള ആൾക്കാരെ പൊക്കി വെച്ചിട്ട് എന്താ കാര്യം? എന്നിട്ട് എന്താ കാര്യം ഉണ്ടാവുക? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം ഗെയിം കളിക്കുക, പേടിക്കാതെ ഗെയിം കളിക്കുക. ആര്യനെയൊക്കെ പോലെ ആര്യന് ശരിക്കും പറഞ്ഞാൽ നല്ല ഗെയിമാണ്. കുറച്ച് അബദ്ധങ്ങളൊക്കെ കാണിക്കും, അതാണ് പ്രശ്നം. കുറേ നല്ല കാര്യങ്ങൾ കാണിച്ചിട്ട് കുറച്ച് അബദ്ധം കാണിക്കും. ആ അബദ്ധത്തിലാണ് ആൾക്കാർക്ക് നെഗറ്റീവ് അടിക്കുക ആര്യൻ്റെ കാര്യം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നാളെ എന്തൊക്കെയോ വേറെ പില്ലോട്ട് മേക്കിംഗ് ടാസ്കൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം അവർ നന്നായിട്ട് കളിക്കുമോ, ഇനി അതും കുളമാക്കുമോ, എൻ്റെ ദൈവമേ അറിയില്ല. ബിഗ് ബോസ് ടീം ഇനി എന്ത് ചെയ്യും? അവർ വന്ന് ടാസ്ക് കളിക്കേണ്ടി വരും കണ്ടന്റ് എടുക്കാനായിട്ട് മിക്കവാറും. ആ ഒരു ഗതി വരുന്നുണ്ട്. നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് ഉണ്ടാവുക. ഇനി ആദിലയുടെ കാര്യമൊക്കെ എനിക്കറിഞ്ഞില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാൻസാണ് ലൈഫിൽ കിട്ടുന്ന ബിഗ് ബോസ് ഹൗസ്. അവിടെ പോയിട്ട് നെഗറ്റീവായിട്ട് വരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ? അതിൻ്റെ ആവശ്യമില്ല. വേണ്ടാത്ത തീ കൊണ്ടാണ് കളിക്കുന്നത് അതിലെന്ന് എനിക്ക് പറയാനുള്ളൂ. കിട്ടിയ ചാൻസ് മാക്സിമം പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ നോക്കുക, നെഗറ്റീവ് ആവാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അതുവരെ ബൈ.